പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരമായ ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട് ധാരാളം ആൾക്കാരെ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. അതിൽ നല്ലവരുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയാത്ത സ്വഭാവമുള്ളവരുണ്ട്, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട്, കാണുമ്പോൾ തന്നെ നമുക്ക് അട്രാക്ഷൻ തോന്നുന്നവരുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ട്. ഇതിൽ തന്നെ എത്രയോ രോഗികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? രോഗികളെന്ന് പറയുമ്പം പനിയോ ജലദോഷമോ ഉള്ളവരല്ല, മെൻ്റലി മാനസികമായിട്ട് പല രോഗത്തിൻ്റെയും അടിമകളാണ് മിക്കവാറും പലരുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നെഫ്രോഫീലിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെപ്പറ്റി? നെഫ്രോഫീലിയ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയോട് സെക്സ്വൽ ആക്ടിവിറ്റി തോന്നുന്ന ഒരു മാനസിക വൈകൃതമാണ് നെക്രോഫീലിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ വ്യക്തിയെ നമുക്ക് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു നെക്രോഫീലിയ അവസ്ഥയിലേക്ക് വരുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ആ രോഗം മൂർജിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ അയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതല്ല, ആ രോഗത്തിൻ്റെ അവസ്ഥ അതാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സൈക്യാട്രി എന്നുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സൈക്യാട്രി സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ തന്നെയാണ് ഞങ്ങൾക്ക് ആ സബ്ജക്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം രാവിലെ സാറ് ക്ലാസ്സിൽ വന്നു, ഇങ്ങനെ സൈക്യാട്രി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ നെക്രോഫീലിയ എന്ന് പറയുന്ന ഈ രോഗാവസ്ഥയെപ്പറ്റി സാറിങ്ങനെ പറഞ്ഞു കേരളയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു സംഭവമുണ്ടായി. ഒരു അതിമനോഹരിയായ ഒരു പെൺകുട്ടി, 17-18 വയസ്സേ പ്രായമുള്ളൂ. അവൾക്ക് പനി വന്നു, അവൾ മരണപ്പെട്ടു. സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ ഫാമിലിയിലൊരു പെൺകുട്ടിയാണ്. അവളെ ചർച്ചിൽ കൊണ്ടുവന്നു, ചർച്ചിൽ അവളെ അടക്കി. അപ്പോൾ ഈ പെൺകുട്ടി ആരും പ്രതീക്ഷിച്ചില്ല ഈ പെൺകുട്ടിയുടെ മരണം. അത്രയ്ക്ക് സഭയിലും സമൂഹത്തിലും അവളുടെ വീട്ടിലുമൊക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു ഈ മരണപ്പെട്ട പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ ശവമടക്കെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോൾ എന്ത് ചെയ്തെന്നോ, ഈ പള്ളിയിലെ കപ്പ്യാർ ചർച്ചിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സെമിട്രിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് സെമിട്രിക്കുള്ളിലേക്ക് പ്രവേശിച്ചു നോക്കിയപ്പോൾ തലേ ദിവസം ഈ പെൺകുട്ടിയെ അടക്കിയ ആ കല്ലറ തുറന്നു കിടക്കുന്നു. ഇദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി വെളിയിലെടുത്തിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. മാത്രമല്ല ഈ പെൺകുട്ടി പൂർണ്ണ നഗ്നയും ആയിരുന്നു. ഇദ്ദേഹം പരിഭ്രാന്തനായി ഓടി വന്ന് പള്ളിയിലെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു. അച്ഛനും പെട്ടെന്ന് ഇറങ്ങി വന്നു നോക്കിയപ്പോൾ സംഭവം ശരിയാണ്, പെൺകുട്ടി നേക്കഡാണ്. തലേ ദിവസം അച്ഛൻ തന്നെ അടക്കിയ ഒരു പെൺകുട്ടിയാണ്. അവർ ഉടനെ തന്നെ പള്ളി കമ്മിറ്റിക്കാരെയൊക്കെ വിവരം അറിയിച്ചു, പോലീസിൽ വിവരം അറിയിച്ചു. എല്ലാവരും വന്ന് നോക്കി. ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു അത്. അപ്പോൾ ഈ കുറ്റം ചെയ്ത വ്യക്തിയെ പിടിച്ചു എന്നും അവൻ്റെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നൊക്കെ എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ അക്കാലത്ത് വന്നു എന്ന് സാറിങ്ങനെ പറഞ്ഞു. അപ്പോൾ സാറിങ്ങനെ കേരളാവിലിങ്ങനെ സംഭവം നടന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു വിഷമം. എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്ന് വന്നത്. എൻ്റെ സീനിയേഴ്സ് ഒരുപാട് പേർ കേരളത്തിൽ നിന്നുണ്ട്, എൻ്റെ ജൂനിയേഴ്സ് ഒരുപാട് കേരളത്തിൽ നിന്നുണ്ട്. എൻ്റെ ക്ലാസ്സിൽ മാത്രം ഞാൻ ഒരു മലയാളിയും ബാക്കി തമിഴ് പിള്ളേരും പിന്നെ രാജസ്ഥാനിലുള്ള ഹിന്ദി പിള്ളേരും മാത്രമേ എൻ്റെ ക്ലാസ്സിലുള്ളൂ. അപ്പോൾ എനിക്കൊരു ബലത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു റിപ്ലൈ പറയാൻ വേണ്ടിയിട്ട് എനിക്കൊന്നുമില്ല, അത് വെറുതെ ആണെന്നൊക്കെ. പക്ഷെ അത് വെറുതെ അല്ല, നടന്നൊരു സംഭവമായിരുന്നു. പ്രിയരെ, എന്ത് പൈശാചികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പെൺകുട്ടി, അവൾ മരണമടയാതെ ജീവനോടെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൾക്ക് എല്ലാ കരങ്ങളും ഉണ്ടായിരുന്നു. അവളുടെ ബന്ധുക്കൾ, അവളുടെ സുഹൃത്തുക്കൾ, അവളുടെ മാതാപിതാക്കൾ, അവളുടെ പള്ളിക്കാർ എല്ലാവരും അവൾക്ക് ഒരു കവചമായിട്ട് അവളുടെ ചുറ്റും നിന്നിരുന്നു. അവൾ മരിച്ചു, അവളെ അവർ സേഫായിട്ട് കല്ലറയിൽ കൊണ്ട് അടക്കി. പക്ഷെ അവിടെ ആ പെൺകുട്ടി സുരക്ഷിതമായിരുന്നില്ല. ഈ നെക്രോഫീലിയ എന്ന് പറയുന്ന ഈ അവസ്ഥയിലുള്ള ഈ മനുഷ്യനെ പറ്റി ചിന്തിച്ചാൽ ഇദ്ദേഹം ഒരുപക്ഷെ ഇതിനു മുമ്പും ഇങ്ങനത്തെ കേസുകൾ ചെയ്തിരിക്കാം.
ഇനിയും പിന്നെ അയാൾ വെറുതെ വിട്ടതിന് ശേഷമോ അയാളെ പിടിക്കാതിരുന്നതിന് ശേഷമോ അയാൾ വീണ്ടും ഇത് ചെയ്തിരിക്കാമെന്നതിന് എന്തെങ്കിലും നമുക്ക് സംശയമുണ്ടോ? എന്തായാലും അയാൾ ചെയ്തിരിക്കാം. മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഒരു രോഗിയായതുകൊണ്ട് അദ്ദേഹം ഇങ്ങനത്തെ ഒരു നീച പ്രവൃത്തി ചെയ്തു. എന്നാൽ നല്ല സുഖത്തോടെ ആരോഗ്യത്തോടെ ഒരു മാനസിക പ്രശ്നവും ഇല്ലാതെ ഇരിക്കുന്ന വ്യക്തികൾ മറ്റുള്ളവരെ എന്തുമാത്രം തരത്തിൽ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുന്നു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ പേരെ നാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വാക്കുകൾ കൊണ്ട് എന്തുമാത്രം മുറിവേൽപ്പിക്കുന്നു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലും അങ്ങനെയാകരുത്. നെക്രോഫീലിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ നമുക്കില്ല. പക്ഷെ പലപ്പോഴും അതിന് അനുയോജ്യമായിട്ടുള്ള മാനസികാവസ്ഥ, അതിനേക്കാൾ അപ്പുറമുള്ള ഒരു മാനസികാവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ ആയിരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുക. നമ്മൾ അങ്ങനെ ആകരുത്. നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മൾ സ്നേഹിച്ചവരെ ഒരിക്കലും നമ്മൾ ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരരുത്. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായാൽ മറ്റുള്ളവർ, നമ്മളോട് കൂടെ നിൽക്കുന്നവർ ആ തെറ്റിനെപ്പറ്റി ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള വഴികളെല്ലാം അടച്ചു വെച്ചിട്ട് നാം ഓടി ഒളിക്കരുത്. ഒരു ഡെഡ് ബോഡിയോടുള്ള സമീപനമല്ല ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടത്. സഹായ അനുഭൂതിയോടു കൂടെയുള്ള ഒരു പെരുമാറ്റം, ഒരു സ്നേഹ സാന്ത്വനം, ഒരു ചേർത്ത് പിടിക്കൽ, എപ്പോഴെങ്കിലും നമ്മളവരെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മിൽ ഉണ്ടായിരിക്കണം. മരിച്ച ഒരു ഡെഡ് ബോഡിയോടുകൂടി കാണിക്കുന്ന കാമശക്തിയല്ല, മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ അനേകം നുണകളിൽ കൂടെ കൊടുക്കുന്ന ദുഃഖങ്ങളല്ല വേണ്ടത്. ഒരു സന്തോഷം, ഒരു പുഞ്ചിരി, ഒരു ചേർത്ത് പിടിക്കൽ, അങ്ങനെയാകട്ടെ നമ്മുടെ ജീവിതം.